Hi, welcome to Zaali Kitchen. ഇന്ന് ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കേക്ക് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കേക്കല്ല. നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ക്രീമാണ്. മാക്ടോപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അത്യാവശ്യം പഞ്ചസാരയും ഉണ്ട്, നല്ല വാനില ഫ്ലേവറും ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ പഞ്ചസാരയും വാനില എസൻസൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഇപ്പോൾ ഞാൻ 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രെഡിൻ്റെ 4 ബ്രൗൺ കളറുള്ള ഭാഗമില്ല, ഒരു ഭാഗം അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബ്രെഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ വലിപ്പമൊന്നും എന്തായാലും കിട്ടൂലല്ലോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ 4 ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമാണിത്. ഇതിൽ നിന്ന് കുറച്ച് ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉള്ളിലൊന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള ക്രീമാണ്. ഇതിലേക്ക് ഞാനൊരു 5 ഡ്രോപ്പ് സ്ട്രോബെറി മിൽക്ക് മിക്സ് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളിലൊരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പ്ലെയിനായിട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഉള്ളിൽ മാത്രമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റാക്കി എടുക്കണം. നമ്മളെ കേക്ക് മുട്ട കേക്ക് പോലെ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല, ഇത് ബ്രെഡ് ആയതുകൊണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് അത്യാവശ്യം നന്നായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സ്ട്രോബെറി മിക്സ് ചെയ്തിട്ടുള്ള ക്രീമില്ലേ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ട് അടുത്ത ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യുക. അതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ 6 ബ്രെഡും ചെയ്തെടുക്കുന്നത്. അവസാനം ബ്രെഡാണ് വേണ്ടത്. ബ്രെഡിൻ്റെ മുകളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ വൈറ്റ് കളറുള്ള ക്രീം, അത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവുന്ന പോലെ നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാനിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ലുക്കാണിത്. ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഞാൻ സ്പ്രിങ്കിൾസ് വെച്ചിട്ട് താഴ്ഭാഗവും മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി വന്ന ക്രീം വെച്ചിട്ട് ഇതുപോലെ 4 ഭാഗത്തും ജസ്റ്റ് ഒന്ന് ഫ്ലവർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. 1-2 പേൾസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അത്യാവശ്യം നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്